നമുക്ക് ആദ്യം രണ്ട് ദൃശ്യങ്ങൾ കാണാം. ശരിക്കും എന്ത് തേങ്ങയാണിതെന്ന് നോക്കിയേ. ഇന്നലെ ഡൽഹി പ്രസ് ക്ലബിൽ നടന്ന സംഭവമാണ്. മോദി ചാലീസ, ഹനുമാൻ ചാലീസയും പ്രാർത്ഥനകളും ഒക്കെ പവിത്രമായി കാണുന്ന വിശ്വാസികളുടെ മുന്നിലേക്ക് ഒരു രാഷ്ട്രീയക്കാരനെ ദൈവത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ. ഒരു യഥാർത്ഥ ഹിന്ദുവിന് എങ്ങനെയാണ് ഇതിനോടൊക്കെ യോജിക്കാൻ കഴിയുക? സ്വന്തം ദൈവത്തെയും വിശ്വാസത്തെയും മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരെ പ്രതിഷ്ഠിക്കുന്നതാണോ ഇപ്പോ പുതിയ ട്രെൻഡ്? ഇപ്പോ ഹനുമാൻ ആരായി? ഈ മോദിജിക്ക് ഹനുമാന്റെ ചായ ഒക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ഹനുമാനോ ശ്രീരാമകൃഷ്ണനോ ഒക്കെ ആവുമോ? കാവടി യാത്രയിലെ ഭക്തിസാന്ദ്രമായ ചില മുഹൂർത്തങ്ങളാണ്. ഞാൻ കൂടുതൽ കമന്റ് പറയുന്നില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇതേക്കുറിച്ച് ചെയ്തിരുന്നു. എന്താല്ലേ ഇതിപ്പോൾ എന്താ വെച്ചാൽ കാട്ടിക്കോ, അണക്ക് അമ്മക്ക് ഇതിൽ പ്രശ്നമില്ല എന്നുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കാം. പക്ഷേ ഇത്രയും തോന്നിയാസങ്ങൾ കണ്ടുകൊണ്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. ഈ കാണുന്ന കാവ്യജീവികളുണ്ടല്ലോ, ഇവർ വെറും സംഖ്യകളാണ്. ഇവർക്ക് ഹിന്ദുവുമായി യാതൊരു ബന്ധവുമില്ല. ഈ കാണുന്നതൊന്നും ഹിന്ദു ആചാരമോ ഭക്തിയോ ഒന്നുമല്ല. ഇത് കാവ്യെടുത്ത ഏതൊക്കെയോ ചില പ്രാകൃത ജീവികളാണ്. അവരുടെ ദൈവം എന്ന് പറയുന്നത് കണ്ടില്ലേ, മോദിയാണ്. അവരുടെ മതപരമായ ചടങ്ങുകളിൽ ഇപ്പോൾ ക്യാബ്രയും അശ്ലീല ഡാൻസും കാവടി തുള്ളലിനും പൂജയ്ക്കും ഒക്കെ പകരം അതാണ് അവർ നടത്തുന്നത്. ഇത് പുതിയൊരു ഇന്ത്യയാണ്, പുതിയ മതം, പുതിയ ജാതി. ആ പുതിയ ഇന്ത്യയുടെ ദൈവമാണ് മോദി. വീണ്ടും ആവർത്തിക്കട്ടെ, ഹിന്ദുക്കൾക്കോ ഹിന്ദു മതത്തിനോ ഈ പ്രാകൃത ജീവികളുമായി യാതൊരു ബന്ധവുമില്ല. മോദിയും സംഖ്യകളും എപ്പോഴും പറയാറില്ലേ ഹിന്ദു അപകടത്തിലെന്ന്. സത്യത്തിൽ ഇപ്പോഴാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഈ സംഖ്യകൾക്കിടയിൽ ജീവിക്കുന്ന യഥാർത്ഥ ഹിന്ദു ഇപ്പോൾ അപകടത്തിൽ തന്നെയാണ്. ഞാനാണ് ഹിന്ദു, നിങ്ങളാണ് ഹിന്ദു, അല്ലാതെ ഈ കാണുന്ന പേക്കൂത്ത് കാബറി ഡാൻസ് ചെയ്യുന്ന സംഖ്യകളല്ല ഹിന്ദു. ഇവർക്കിപ്പോ മോദി ചിലപ്പോ ദൈവമാണ്, ചിലപ്പോ അച്ഛനാണ്. എനിക്ക് ഒരു തന്തയുള്ളൂ, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെയാണ്. ഇടയ്ക്ക് പറയും പശുവാണ് അമ്മ എന്ന്. ചിലപ്പോ അമ്മ ആരാന്ന് പോലും യാതൊരു പിടിയുമില്ല. അമ്മ ആരാണെന്ന് അറിയാത്തവരാണ്. മൊത്തത്തില് കിളി പോയ അവസ്ഥയാണ് വിറ്റകൾക്ക്. അമ്പലപ്പറമ്പിൽ ക്യാബറെ, പ്രസ് ക്ലബിൽ പൂജ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആയിരക്കണക്കിന് കൊല്ലത്തെ ചരിത്രവും തത്വചിന്തയുമുള്ള ഹിന്ദുവിനെ കുറിച്ച്, അതിനെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനും വോട്ട് ബാങ്കിനും വേണ്ടി കച്ചവടം നടത്തുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ കുറിച്ചുമാണ്. സംഖ്യകളും ഹിന്ദുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സംഖ്യത്വത്തിനെ എത്ര കാവി പൂശി വെച്ചാലും അതിനെ ഹിന്ദു ധർമ്മം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനവിഭാഗത്തിന്റെ വിശ്വാസത്തെയും ചിന്തകളെയും വെറും ഒരു രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ കുത്തകയാണെന്ന് സ്ഥാപിക്കാൻ നോക്കുകയാണ്. അവരാണ് ഹിന്ദു, അവർ കാണിക്കുന്നതാണ് ഭക്തി, അവർ നിർമ്മിക്കുന്നതാണ് ആത്മീയത, അവർ ചൂണ്ടിക്കാണിക്കുന്നതാണ് ദൈവം എന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടേതായ സംഘരാഷ്ട്രം അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ രാജ്യത്തെ സാധാരണക്കാരായ ഹിന്ദുക്കൾ, ഞാൻ അടക്കമുള്ളവർ, ഇതൊന്നുമല്ല. അവർ ഇടയ്ക്ക് പറയും മോദിയാണ് രാമൻ എന്ന്, എന്നിട്ട് ചാലീസ പാടും. ഇടയ്ക്കോ നോക്കിക്കേ, ഇവരുടെ രാമായണ വിജ്ഞാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിരിയോടൊപ്പം സത്യത്തിൽ സങ്കടം വരും. ഒരു ശരാശരി വിശ്വാസിയോട് രാമന്റെ അച്ഛൻ ആരാണ്, വിശ്വാസിയൊന്നും വേണ്ട, എൻ്റെ വീഡിയോ കാണുന്ന ഏത് മനുഷ്യരോട് രാമന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ കുട്ടിക്കാലത്ത് കേട്ട കഥകൾ ഓർത്ത് നമ്മൾ ദശരഥ മഹാരാജാവ് എന്ന് വ്യക്തമായി തെറ്റില്ലാതെ പറയും. എന്നാൽ സംഖ്യകൾക്ക് ഭരതന്റെ മകനാണത്രേ ശ്രീരാമൻ. ഇതാണ് ഇവരുടെ ബോധം. സ്വന്തം പുരാണത്തെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ പ്രാഥമിക അറിവ് പോലും ഇല്ലാത്ത ഇക്കൂട്ടരാണ് ദിവസവും എഴുന്നേറ്റ് വന്ന് സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരെ സനാതന ധർമ്മവും ദേശസ്നേഹവും പഠിപ്പിക്കാൻ ഇറങ്ങുന്നത് എന്നതാണ് ഇതിലെ യഥാർത്ഥ വിരോധാഭാസം. ഇവർക്ക് ശരിക്കും പുരാണവും ചരിത്രവും അമ്പലവും ദൈവവും ഒക്കെ മറ്റെന്തിനോ ഉള്ള ചില ആയുധങ്ങൾ മാത്രമാണ്. ഇന്നത്തെ ഈ വർഗീയ രാഷ്ട്രീയത്തിന്റെ തുടക്കം 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തുകൊണ്ട് തുടക്കമിട്ട ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്നിവിടെ രാജ്യസ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും കുത്തകാവകാശം ഉന്നയിക്കുന്നത്. അയ്യേ, ഈ ഒരു മതസ്ഥരുടെ ആരാധനാലയം തകർത്ത് അവിടെ രക്തച്ചൊരിച്ചിലും വംശീയ അധിക്ഷേപങ്ങളും ഉണ്ടാക്കി രാഷ്ട്രീയം വിളവെടുക്കുന്നതാണോ ഒരു ഹിന്ദുവിന്റെ പണി? അത് സംഖ്യയുടെ പണിയാണ്. അഹിംസ, കരുണ, ബഹുസ്വരത, ഇതാണ് ഹിന്ദു എന്ന് വെച്ചാൽ. ഇനി കൊട്ടിഘോഷിച്ച് നടത്തിയ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം അവിടെ എന്താണ് ശരിക്കും ഉണ്ടായത്? മാധ്യമങ്ങൾ വലിയ ആഘോഷങ്ങളോടെ ലോകത്തിന് മുന്നിൽ കാണിച്ച വികസനത്തിന്റെ മറ്റേ വശം എന്തായിരുന്നു ശരിക്ക്? ക്ഷേത്ര നിർമ്മാണത്തിന്റെയും വീതി കൂട്ടലിന്റെയും പേരിൽ നൂറ്റാണ്ടുകളായി അയോധ്യയിൽ ജീവിച്ചിരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ഹിന്ദുക്കളുടെ വീടുകളും കടകളുമാണ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. തലമുറകളായി കച്ചവടം നടത്തുന്ന ചെറുകിട വ്യാപാരികൾ, തെരുവ് കച്ചവടക്കാർ, വഴിയോരത്ത് പൂവും പ്രസാദവും വിൽക്കുന്ന സാധാരണ മനുഷ്യർ, ഇവരെയെല്ലാം യാതൊരു പുനരധിവാസവും നൽകാതെ വഴിയാധാരമാക്കി
അക്ഷരാർത്ഥത്തിൽ. മനുഷ്യർക്ക് തെരുവിൽ, എന്നിട്ട് മോദിക്ക് ചാലീസയും രാമൻ അമ്പലവും. മനുഷ്യരാ തെരുവ് കിടക്കുന്നത്. എന്നിട്ട് ആ അമ്പലത്തിൽ ഇരിക്കാൻ രാമന് സ്വസ്ഥത ഇവർ കൊടുത്തോ? ഇല്ല. അയോധ്യയിൽ നടന്ന ഭൂമി കൈമാറ്റങ്ങൾ, റിയൽ എസ്റ്റേറ്റ് കൊള്ളയൊക്കെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. വിശ്വാസികൾ ഒരു ദൈവത്തോട് ചെയ്യുന്ന കാര്യമാണോ ഇതൊക്കെ? അതിനു പുറമെ അമ്പലത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പുകൾ, രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ മറവിൽ ഭൂമി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഉയർന്ന വിലയ്ക്ക് മറിച്ച് വിറ്റ തട്ടിപ്പുകൾ, ആത്മീയതയുടെ മറവിൽ നടക്കുന്ന വൻകിട കോർപ്പറേറ്റുകൾക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി അവിടുത്തെ സാധാരണ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന കഥകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. ഇവർക്ക് ആർക്കെങ്കിലും ഇതിൽ പരാതിയുണ്ടോ, പ്രതിഷേധമുണ്ടോ? ഇതിനൊക്കെ അവിടുത്തെ വിശ്വാസികൾ നൽകിയ മറുപടിയുണ്ട്. വമ്പൻ പ്രചാരണങ്ങൾ, രാമക്ഷേത്ര രാഷ്ട്രീയമൊക്കെ ഉയർത്തിക്കാട്ടി ഇലക്ഷൻ ജയിക്കാമെന്ന് വിചാരിച്ച ഭരിക്കുന്നവർക്ക് അവിടെ കിട്ടിയത് ചരിത്രപരമായ തോൽവിയും തിരിച്ചടിയുമാണ്. ഫൈസാബാദ്, അയോധ്യ ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ലല്ലു സിംഗിനെ തോൽപ്പിച്ച് സമാജ്വാദി പാർട്ടിയുടെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് അവധേഷ് പ്രസാദ് വിജയിക്കുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ട് സന്തോഷിച്ചതാണ് അല്ലേ? അയോധ്യയിലെ സാധാരണക്കാരായ വോട്ടർമാർ ലോകത്തോടെ എന്തായിരുന്നു വിളിച്ചു പറഞ്ഞത്? വളരെ ലളിതമായ കാര്യമാണ്. ഞങ്ങൾക്ക് ദൈവത്തിനോടുള്ള ഭക്തി രാഷ്ട്രീയക്കാരുടെ വോട്ട് ബാങ്കിനുള്ളതല്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ വീട് വേണം, തൊഴിൽ വേണം, മനുഷ്യത്വമുള്ള അന്തരീക്ഷം വേണം. വർഗീയത തിന്നാൻ ഞങ്ങളുടെ വയറ് നിറയില്ല. അവരെ മതവിദ്വേഷം തിന്നാൻ ഞങ്ങൾ സംഘികളല്ല എന്നാണ് അവർ പറഞ്ഞത്. അയോധ്യയിലെ യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾ അവിടുത്തെ ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഭക്തി വേറെ, അധികാര രാഷ്ട്രീയം വേറെ എന്ന് വേർതിരിച്ച് കാണിച്ച അയോധ്യയിലെ ജനങ്ങളാണ് ഈ രാജ്യത്തെ ഹിന്ദുവിനെ പ്രതിനിധാനം ചെയ്യുന്നത്. ഈ റിയൽ ഹിന്ദു അതാണ്. നമ്മൾ അയോധ്യയിൽ കണ്ടതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ ജനങ്ങൾ വിദ്വേഷ രാഷ്ട്രീയത്തെ തള്ളിക്കളയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നായിരുന്നു കർണാടകയിൽ സംഭവിച്ചത്. കർണാടകയിലെ വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം കൊണ്ടുവരാൻ ശ്രമിച്ച, ഹിജാബ് നിരോധനത്തിന് മുന്നിൽ നിന്ന മുസ്ലിം കച്ചവടക്കാരെ സാമ്പത്തികമായി ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത മുൻ വിദ്യാഭ്യാസ മന്ത്രി BC നാഗേഷിന്റെ കാര്യം എടുത്തു നോക്കൂ. വലിയ തോതിൽ വർഗീയ ധ്രുവീകരണം നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ച നേതാവായിരുന്നു അദ്ദേഹമേ. എന്നാൽ ഇലക്ഷന്റെ ഫലം വന്നപ്പോൾ BC നാഗേഷ് തോറ്റ് തരിപ്പണമാവുകയാണ് ചെയ്തത്. ആ മണ്ഡലത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. 91% ഹിന്ദു ജനസംഖ്യയുള്ള തിപ്തൂർ മണ്ഡലത്തിലാണ് അദ്ദേഹം തോറ്റത്. സംഘികൾക്കൊരു വിചാരമുണ്ട്: ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിച്ചാൽ ഹിന്ദു വോട്ടുകൾ മുഴുവൻ ഞങ്ങളുടെ പെട്ടിയിൽ വീഴുന്നു. വീഴില്ല. ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ സംഘികളല്ല. അവർ യഥാർത്ഥ ഹിന്ദുവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് സംഘികൾ ചെയ്യുന്നത്. എന്നാൽ അവിടുത്തെ 91% വരുന്ന യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾ ആ വിദ്വേഷ രാഷ്ട്രീയത്തെ അറപ്പോടെയാണ് തള്ളിക്കളഞ്ഞത്. ഇതിൽ നിന്നും ഈ സംഘികൾ ഒരുപാടും പഠിക്കുന്നില്ല കേട്ടോ. മനുഷ്യരെ തമ്മിലടിപ്പിച്ച് വോട്ട് നേടാൻ നോക്കുന്ന രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ തരം താണ രാഷ്ട്രീയം വേണ്ട എന്ന് ഈ മണ്ഡലത്തിലെ ഹിന്ദുക്കളാണ് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. വർഗീയത വിറ്റാൽ അത് വാങ്ങാൻ എല്ലാ ഹിന്ദുക്കളും തയ്യാറാവില്ല എന്നതിന്റെ ചരിത്രപരമായൊരു തെളിവ് കൂടിയാണത്. കാരണം എന്താണെന്നറിയോ? യഥാർത്ഥ ഹിന്ദുധർമ്മം എന്നത് അപരമത വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഒന്നല്ല. സ്വന്തം അയൽക്കാരന്റെ മതം നോക്കി അവനെ വെറുക്കാൻ ഒരു യഥാർത്ഥ ഹിന്ദുമത വിശ്വാസിക്ക് സാധിക്കില്ല. എന്നാൽ സംഘപരിവാർ രാഷ്ട്രീയം ചെയ്യുന്നത് മുഴുവൻ മനുഷ്യരെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ, ഭയം സൃഷ്ടിച്ച് വോട്ട് തട്ടാനുമാണ്. മതവിശ്വാസത്തെ കേവലം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന സംഘിത്വം, സഹിഷ്ണുതയെ നെഞ്ചിലേറ്റുന്ന ഹിന്ദുധർമ്മവും തമ്മിൽ അടിയൊഴുക്കുകളിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. ചിന്താശേഷിയിൽ, ബുദ്ധിയിലൊക്കെ വ്യത്യാസമുണ്ട്. എന്ത് കഴിക്കണം, എന്തുടുക്കണം, ആരെ സ്നേഹിക്കണം എന്ന് തിട്ടൂരമിറക്കുന്ന രാഷ്ട്രീയമല്ല ഹൈന്ദവ സംസ്കാരം. ഏതാശയത്തെയും ചോദ്യം ചെയ്യാൻ, വിമർശിക്കാൻ, സ്വതന്ത്രമായി ചിന്തിക്കാൻ വ്യക്തിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ആശയധാരയാണിത്. നിരീശ്വരവാദിയായ ചാർവാകനെ, സംശയങ്ങൾ ചോദിച്ച അർജുനനെ ഒരുപോലെ ചേർത്ത് പിടിച്ച ചരിത്രമുള്ള ഒരു ധർമ്മമാണത്. എന്നാൽ സംഘപരിവാർ രാഷ്ട്രീയം എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? അന്ധമായ അനുസരണയും ഭയവുമാണ്. ചോദ്യം ചോദിക്കുന്നവനെ രാജ്യദ്രോഹി എന്ന് ഒറ്റ വാക്കിൽ വിളിക്കും, വിയോജിക്കുന്നവനെ ദേശവിരുദ്ധൻ എന്ന് പറയും. ഈ ചാപ്പകുത്തൽ കേവലം ഒരു അധികാര രാഷ്ട്രീയം മാത്രമാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന, ലോകത്തിലെ സകല ജീവജാലങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് കരുതുന്ന ഒരു മഹത്തായ സംസ്കാരത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ നോക്കുന്ന സംഘിത്വത്തെ തിരിച്ചറിഞ്ഞ് തള്ളിക്കളയേണ്ടത് മറ്റാരെക്കാളും മുമ്പ് യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളാണ്, ഹിന്ദുക്കളാണ്. ചുരുക്കത്തിൽ സംഗതി വളരെ ലളിതമാണ്. ഹിന്ദു എന്നത് ആയിരക്കണക്കിന് വർഷത്തെ തത്വചിന്ത, അഹിംസ, സഹിഷ്ണുത, ബഹുസ്വരത ഉൾക്കൊള്ളുന്ന വലിയൊരു സംസ്കാരമാണത്. സംഘിത്വം എന്നത് ഇതിനെയെല്ലാം സ്വന്തം വോട്ട് ബാങ്കിനും അധികാരത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന വെറും ഒരു രാഷ്ട്രീയ ഉപാധിയും പ്രത്യയശാസ്ത്രവുമാണ്. എപ്പോഴും മറ്റുള്ളവർക്ക് ദേശീയതയുടെയും ദേശസ്നേഹത്തിന്റെയും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതാണ് സംഘികളുടെ പ്രധാന ജോലി. എന്നാൽ വസ്തുതകൾ, മാധ്യമ റിപ്പോർട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. മറ്റുള്ളവരെ രാജ്യവിരുദ്ധർ, ദേശദ്രോഹികൾ,
എന്നൊക്കെ വിളിച്ചു നടക്കുന്ന ഒറ്റുകാർ, പാകിസ്ഥാൻകാർ, പാകിസ്ഥാനിൽ പോടാ എന്നൊക്കെ പറയുന്ന ഈ പ്രസ്ഥാനത്തിലെ ചില ആളുകൾ തന്നെ ഗുരുതരമായ കേസുകളിൽ പ്രതികളാവുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങൾ വാർത്തകളായി കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനിലെ ISI ഉൾപ്പെടെയുള്ള വിദേശ ഏജൻസികൾക്ക് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തി നൽകിയ സംഭവങ്ങളിൽ ഘട്ടം ഘട്ടമായി വാർത്ത പുറത്തു ചെല്ലുമ്പോൾ ചില IT സെൽ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും പിടിയിലായ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വ്യാജ ലൈസൻസുകൾ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി ആയുധങ്ങൾ കടത്തുന്നതിൽ, സൂക്ഷിക്കുന്നതിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉയർന്നു വന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ദേശസ്നേഹം പ്രസംഗിക്കുന്നവർ തന്നെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ്, സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ എന്നിവയിൽ ഉൾപ്പെട്ട വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് മാധ്യമങ്ങളിൽ. വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്നത് പോലെ പുറത്ത് വലിയ വർത്തമാനം, ദേശസ്നേഹ പ്രസംഗവും ഒക്കെ നടത്തുകയും ഉള്ളിന്റെ ഉള്ളിൽ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ശരിക്കും സംഗീതം എന്ന് പറയുന്നത്. ഒരു യഥാർത്ഥ ഹിന്ദുവിന്, ഇന്ത്യക്കാരന് ദേശസ്നേഹം എന്നത് വോട്ട് തട്ടാനുള്ള ഉപാധിയല്ല, അധികാരം പിടിക്കാനുള്ള കുറുക്കു വഴിയല്ല. അത് ഈ രാജ്യത്തോടും ഇവിടുത്തെ ഭരണഘടനയോടും ഇവിടുത്തെ ജനങ്ങളോടുമുള്ള പ്രതിബദ്ധതയാണ്. വിദ്വേഷം വിറ്റ് കാശാക്കുന്നവർ, സുരക്ഷയെപ്പോലും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർ ആരാണെന്ന് ജനങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാട്ടോ, നമ്മൾ പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നാട്ടിൽ നടക്കുന്ന, നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളും അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളും കൂടെ പറയേണ്ടതുണ്ട്. ക്ഷേത്രങ്ങൾ അശുദ്ധമാക്കപ്പെട്ടു, മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് വലിയ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ച പല സംഭവങ്ങളിലും അന്വേഷണം നടക്കുമ്പോൾ സത്യം പുറത്തു വരുന്ന വാർത്തകൾ കണ്ട് നമ്മൾ തന്നെ ഞെട്ടിത്തെറിച്ചു പോയിട്ടുണ്ട്. ചില സംഭവങ്ങൾ മാധ്യമ റിപ്പോർട്ടുകൾ 1-2 ഓർമ്മിപ്പിച്ചു പോകാം. 2017 ഒക്ടോബർ കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഒരു സംഭവം ഉണ്ടായി. അമ്പലത്തിന് സമീപം മാലിന്യങ്ങളും അശുദ്ധമായ വസ്തുക്കളും എറിഞ്ഞ് നാട്ടിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം. പോലീസ് അന്വേഷണത്തിനൊടുവിൽ എന്താണ് കണ്ടെത്തിയത്? പ്രദേശത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടായി, രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ച പ്രാദേശിക നേതാക്കളെ, പ്രാദേശിക വ്യക്തികളെ കണ്ടുപിടിച്ചപ്പോൾ ആരായിരുന്നു അവർ? 2018 ജനുവരിയിൽ പാലക്കാട് അമ്പലത്തിൽ ഒരു സംഭവം ഉണ്ടായി. ക്ഷേത്രത്തിനകത്ത് വിഗ്രഹങ്ങൾ കേടുവരുത്തുകയും അശുദ്ധമാക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ വർഗീയ വികാരം ഇളക്കിവിടാൻ വ്യാജ പ്രചരണങ്ങൾ, CCTV ദൃശ്യങ്ങൾ, പോലീസ് അന്വേഷണം വ്യക്തമാക്കിയത് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ ബന്ധമുള്ള ചില വ്യക്തികളുടെ പേരുകളാണ് പുറത്തു വന്നത്. ക്ഷേത്ര സ്വത്തുക്കളും കാണിക്ക വഞ്ചികളും, എത്ര വിശുദ്ധമാണ് ആ സാധനങ്ങൾ. വിവിധ വർഷങ്ങളിൽ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും അമ്പലങ്ങളിലെ ഭണ്ഡാരങ്ങൾ തകർക്കപ്പെടുകയും കാണിക്ക വഞ്ചികളിൽ നിന്ന് പണം മോഷ്ടിക്കപ്പെടുകയും ചെയ്ത പല സംഭവങ്ങളുണ്ടായി. അതിൽ പിടിയിലായ പലരും ക്ഷേത്ര സംരക്ഷണം എന്ന് പറഞ്ഞ് നടന്ന പല സംഘടനകളുടെ ഭാരവാഹികളോ പ്രവർത്തകരോ ആയിരുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ? ഇത്തരം സംഭവങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത്? ലളിതമായ കാര്യമാണ്. കാരണം സിമ്പിളാണ് കാര്യം. ഭക്തിയോ ക്ഷേത്ര സംരക്ഷണമോ ഇവരുടെ ലക്ഷ്യമല്ല. ഭയവും വിദ്വേഷവും വിറ്റ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുകയും സാധാരണക്കാരായ ഹൈന്ദവ വിശ്വാസികളെ വ്യാജ വാർത്തകളിലൂടെ തെറ്റിദ്ധരിപ്പിക്കുകയും ഹിന്ദു അപകടത്തിലാണ് എന്ന് വിളിച്ചു പറഞ്ഞ് വോട്ട് വാങ്ങുകയുമാണ് ഇവരുടെ ലക്ഷ്യം. ആരാധനാലയങ്ങൾ മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ളതാണ്, അല്ലാതെ വോട്ട് ബാങ്കിന് വേണ്ടി വിദ്വേഷ വിത്തുപാകാൻ, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഇവന്മാർ വെറും സംഖ്യകളാണെന്നും ഇവർക്ക് ഹിന്ദുവുമായി ഒരു ബന്ധവുമില്ലെന്നും നമ്മൾ തിരിച്ചറിയേണ്ടത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ കാണുന്ന ഏറ്റവും അപകടകരമായ ഒരു പ്രവണതയുണ്ട്, അപരവൽക്കരണം അല്ലെ, ഓദറിങ് എന്ന് പറയും. നൂറ്റാണ്ടുകളായി ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അന്യരായി, അപരരായി ചിത്രീകരിക്കുക, അവരെ ഭയപ്പെടേണ്ട ശത്രുക്കളാക്കി മാറ്റുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രം. വ്യാജ സാമ്പത്തിക കുപ്രചരണങ്ങൾ, ഹലാൽ, ലവ് ജിഹാദ് ടാഗുകൾ, സാധാരണക്കാരായ ആളുകൾ നടത്തുന്ന ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ പോലും ലക്ഷ്യമിട്ട് വ്യാജ പ്രചാരണങ്ങൾ, ബഹിഷ്കരണാഹ്വാനങ്ങൾ, ഒരു കാലത്ത് നമ്മൾ ഒന്നിച്ച് പങ്കിട്ട് കഴിച്ച ഭക്ഷണത്തെ, വ്യാപാരങ്ങളെയൊക്കെ വർഗീയമായി വേർതിരിക്കുന്ന രീതി ഈ നാട്ടിലുണ്ടായത് ഇവർ കാരണമാണ്. പ്രധാനമന്ത്രി തന്നെ വസ്ത്രധാരണത്തിന്റെയും ഭക്ഷണത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ആളുകളെ വേർതിരിക്കുന്നത് നമ്മൾ കണ്ടു. സിനിമകൾ, ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ചുള്ള പ്രൊപ്പഗാൻഡകൾ, കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ ഒരൊറ്റ സംഭവത്തെ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളെയൊക്കെ മുൻനിർത്തി ഒരു മുഴുവൻ സമൂഹത്തെയും രാജ്യവിരുദ്ധരോ തീവ്രവാദികളോ ഒക്കെ ആയി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന വ്യാജ പ്രൊപ്പഗാൻഡ സിനിമകൾ, സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ എത്ര സജീവമായിട്ട് ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഭയം സൃഷ്ടിക്കലാണ് പ്രധാനം, ഫിയർ മോങ്കറിങ്. മുസ്ലിം ജനങ്ങളുടെ ജനസംഖ്യ പെരുകുന്നു എന്ന തരത്തിലുള്ള വ്യാജ കണക്കുകൾ, ഭൂരിപക്ഷ സമൂഹത്തിൽ ആകുലതകളും ഭയവും ഉണ്ടാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന ക്യാമ്പയിനുകൾ. എന്നാൽ കേരളത്തിലെ സാധാരണക്കാരായ ഹിന്ദുക്കൾ ഒരു ഘട്ടത്തിലും മുസ്ലിം വിരോധികളായിരുന്നില്ല. കാരണം ഈ മണ്ണിന്റെ വേരുകൾ കിടക്കുന്നത് പരസ്പര ബഹുമാനത്തിലും സൗഹാർദ്ദത്തിലുമാണ്. ആ ചരിത്രം കൂടി നമ്മളിവരെ ഓർമ്മിപ്പിക്കേണ്ട ഗതികെട്ട കാലത്തെത്തി നിൽക്കുകയാണ് നമ്മൾ. ചരിത്രത്തിലെ ആ ബന്ധങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുക അല്ലെ? അയ്യപ്പനും വാവരും. ശബരിമല തീർത്ഥാടനത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്താ? എരുമേലിയിലെ വാവര് പള്ളിയിൽ സ്വാമിയുടെ പള്ളിയിൽ തൊഴുതാണ് ലക്ഷക്കണക്കിന് സ്വാമിമാർ ശബരിമലയിൽ പോകുന്നത്. അതൊരു ഐതിഹ്യമൊന്നുമല്ല, ഈ മണ്ണിലെ മതസൗഹാർദ്ദത്തിന്റെ ജീവിക്കുന്ന ഒരു തെളിവാണത്.
സാമൂതിരിയെയും കുഞ്ഞാലി മരക്കാരെയും എത്ര പേർക്ക് മറക്കാൻ പറ്റും? കോഴിക്കോടിന്റെ ചരിത്രം സാമൂതിരി രാജാക്കന്മാരെയും കുഞ്ഞാലി മരക്കാർമാരെയും മാറ്റിവെച്ച് എങ്ങനെ വായിക്കും? വിദേശ അധിനിവേശ ശക്തികളായ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ സാമൂതിരിയുടെ നാവികസേനയെ നയിച്ച കുഞ്ഞാലി മരക്കാരനെ എങ്ങനെ മറക്കും? മലബാറിലെ ഓരോ മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരാളെയെങ്കിലും നാവികസേനയിലേക്ക് നൽകാൻ സാമൂതിരി ആവശ്യപ്പെട്ടത് അത്രമേൽ പരസ്പര വിശ്വാസം അവർ തമ്മിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. എങ്ങനെയാണ് ഈ ചരിത്രത്തെയൊക്കെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? ക്ഷേത്ര നിർമ്മാണവും മസ്ജിദുകളും എടുത്താലോ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് പണിയാൻ സ്ഥലം നൽകിയത്, നിർമ്മാണത്തിന് പിന്തുണ നൽകിയത് അവിടുത്തെ ചേര രാജാവായിരുന്നു. മലബാറിലെ പഴയകാല മസ്ജിദുകളുടെ വാസ്തുവിദ്യ നിങ്ങളൊന്ന് നോക്കൂ. പരമ്പരാഗത തച്ചന്മാരാണ് അത് നിർമ്മിച്ചത്. അതിൽ ഹിന്ദു വാസ്തുവിദ്യയുടെ ഭംഗി തെളിഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ കാലത്തും കാണാം. കോഴിക്കോട് മൂച്ചുന്തി പള്ളിയിലെ ശിലാരേഖ, മൂച്ചുന്തി പള്ളിക്ക് സാമൂതിരി രാജാവ് സ്ഥലം ദാനം ചെയ്തത്, പള്ളിയുടെ സംരക്ഷണത്തിന് വഴിപാടുകൾ അനുവദിച്ചത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളാണ്, കെട്ടുകഥകളല്ല. ഈ മണ്ണിൽ ഹിന്ദുവും മുസ്ലിമും പരസ്പരം പോരടിച്ചല്ല, മറിച്ച് തോളോട് തോൾ ചേർന്ന് നിന്നാണ് വിദേശികൾക്കെതിരെ പോരാടിയത്, സംസ്കാരം പടുത്തുയർത്തിയത്. അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഒരു സമുദായത്തെ അന്യവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിഷവിത്തുകൾ വീഴാത്ത തരത്തിൽ ഈ ചരിത്രവും മാനവികതയും ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ചുമതലയാണത്. മനുഷ്യരായി ജീവിക്കുക, വിദ്വേഷത്തെ തിരിച്ചറിഞ്ഞ് സ്നേഹം കൊണ്ട് അതിനെ ചെറുക്കുക, ആരും സംഘികളാകാതിരിക്കുക. സന്ദീപ് വാര്യരെ പോലെ അവിടെ നിന്നും ചാടി വരുന്ന മനുഷ്യരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക. ഹിന്ദു വേറെ, സംഘി വേറെ, ഹിന്ദുവും സംഘിയും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലും ഇല്ല എന്നത് രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി പറയുക. മോദി ചാലീസയൊക്കെ ഇറങ്ങുന്ന കാലത്ത് ജാഗരൂകരായിരിക്കുക, പരസ്പരം കാക്കുക.